கிருபைகளும் வரங்களும் பொழிச்சிடுவார். எங்கள் வசனத்தில் வேரூன்றி வளர்ந்திடுவார். கிருபைகளும் வரங்களும் பொழிச்சிடுவார். எங்கள் வசனத்தில் வேரூன்றி வளர்ந்திடுவார். மழையே மீண்டும் மழைக்கெனவே ஜனமுறவிடுவார். மழையே மீண்டும் மழைக்கெனவே ஜனமுறவிடுவார். பரிசுத்தாத்மாவே சக்தி பகமிடனே. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. നമ്മൾ ആരാധിക്കുന്ന ദൈവം ഒരു ദൈവമേ ഉള്ളൂ. ത്രിയേക ദൈവമാണ്. പക്ഷെ 3 പേരുടെ ജോലികൾ ഒന്ന് തന്നെയാണ്. ദുഃഖിപ്പിക്കുന്നത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് നാം എന്താണ്? അതൊരു വ്യക്തിയാണ്, ഒരു വ്യക്തിത്വം. നമ്മളെപ്പോലെ ചിന്തിക്കുകയും നമ്മളെപ്പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പോ ദൈവ മക്കളുടെ കാര്യങ്ങൾ ദൈവത്തിന്റെ ഹിതം നാം ചെയ്തില്ലെങ്കിൽ അത് ദൈവത്തെ ദുഃഖപ്പെടുത്തും. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. ദൈവം അതിനായിട്ട് ഇത് ചെയ്ത് നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളെ, ലോകത്തിൽ ആയിരുന്ന നിങ്ങളെ, പാപത്തിൽ കിടന്ന എന്നെയും നിങ്ങളെ എന്ത് ചെയ്ത് ദൈവം ആ അന്ധകാലത്തിന്റെ കർത്താവ് എന്ത് ചെയ്ത് വെളിച്ചത്തിൽ കൊണ്ടുവന്നു. അതോടെ ദൈവത്തിന്റെ ജോലി തീർന്ന ഇല്ല. എന്തിനാണ് കർത്താവ് ഈ അന്ധകാലത്തിൽ കിടന്ന നിങ്ങളെ ഈ വെളിച്ചത്തിൽ കൊണ്ടുവരണം? എന്തിന് കൊണ്ടുവരണം? ദൈവം നമ്മളെ എന്താണ് വിളിച്ചത്? കർത്താവ് നമുക്ക് വേണ്ടി വരാൻ പോണം. ആ ഒരുക്കം നമുക്ക് ഉണ്ടാ. ദൈവം നമ്മൾ വിളിച്ച് നമുക്കൊരു വാഗ്ദാനം ചെയ്ത് എന്താണ്? നമുക്ക് സ്വർഗരാജ്യം അവകാശമായി ദൈവം നമുക്ക് നൽകി. അടുത്തത് എന്താണ്? ഈ ഭൂമിയിൽ കർത്താവ് എന്തിനു വേണ്ടി വിളിച്ച് നിങ്ങളെ? നിങ്ങൾ മുഖാന്തരം, എൻ മുഖാന്തരം ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ പണിയപ്പെടണം. എന്താണ് പണിയപ്പെടണം? കർത്താവിന്റെ വരവിനെ എതിർനോക്കി നാം ഓടണം. നമുക്ക് പലപ്പോഴും എന്താണ്? ദൈവത്തിന്റെ വരവിനെ നാം ചിന്തിക്കാറേ ഇല്ല. പറയട്ടെ, ഈ ബൈബിളിലെ പ്രവചനങ്ങൾ 80% മോളിൽ പ്രവചനം നടന്നു കഴിഞ്ഞു. ഇനി അല്പമേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ദിവസങ്ങൾ നമുക്ക് മുമ്പിൽ വളരെ കുറവാണ്. പറയട്ടെ, ആദിമസഭ വളരെ യാഥാർത്ഥ്യമായി കർത്താവിന്റെ വരവിനെ എതിർനോക്കി. കർത്താവ് അപ്പോഴാണ് മരിച്ചത്. കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. ஆனால் അവർ പരസ്പരം ദൈവസഭയെ കാണുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? മാരനാഥ. അതിനർത്ഥം നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങില്ലെങ്കിൽ ഒരുങ്ങിക്കോ, കർത്താവ് വരാൻ പോണ് എന്ന്. ദേവസഭയെന്ന് പറഞ്ഞ് ഈ ബിൽഡിംഗ് അല്ല, ഈ കെട്ടിടമല്ല. ദേവസഭ പറഞ്ഞ ആരാണ്? നിങ്ങളും നാനുമാണ്. ദൈവം ഈ ബിൽഡിംഗിൽ താമസിക്കുന്നത്. എവിടെയാണ് താമസിക്കുന്നത്? എവിടെയാണ്? നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം താമസിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ സഭ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കർത്താവിന്റെ വരവിനെ ഓരോ ദിവസവും നിങ്ങൾ എതിർനോക്കി കാത്തിരിക്കണം. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് നൽകി. വിശുദ്ധിലും വേറുപാടിലും നാം ജീവിച്ച്, ദൈവപൈതലായി ജീവിച്ച്, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് നാം എവിടേക്ക് പോകണം? സ്വർഗത്തിലേക്ക് എത്തണം. നിങ്ങളാണ് മരിക്കയുടെ സ്ഥാനത്ത്. ആർ മരിച്ച്? ദൈവം എല്ലാം ചെയ്തു കഴിഞ്ഞു. നമുക്ക് വേണ്ടി കർത്താവ് സകലതും ചെയ്തു കഴിഞ്ഞു. എന്താണ് പറഞ്ഞത്? സകലതും നിവൃത്തിയായി. അതിന്റെ അർത്ഥം ഇനി ചെയ്യാൻ ഒന്നുമില്ല. സകലതും കർത്താവ് ചെയ്തു കഴിഞ്ഞാണ് കർത്താവ് പോയത്. അതുകൊണ്ടാണ് കർത്താവ് വിളിച്ചത്, ഞാൻ നിങ്ങളെ അനാഥരയായി വിടുകയില്ല.
ഞാൻ പോയി മടങ്ങി വരുമെന്ന് പറഞ്ഞു. കർത്താവ് മടങ്ങി വന്നു. എങ്ങനെയാണ്? കാര്യസ്ഥനായി, ആലോചന കർത്താവായി നമ്മൾ വഴിനടത്തുവാൻ. ആരാണ് ഇന്ന് എന്നെ നിങ്ങൾ വഴിനടത്തുന്നത്? ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പക്ഷെ നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്നത് എവിടെയാണ്? സൂര്യ ജഡത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ദൈവമക്കൾ ജഡത്തിലല്ല ആശ്രയിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഇതിന് മുൻപോട്ട് പോകണം.